SPCയുടെ സെറിമോണിയൽ പരേഡിൽ പങ്കെടുത്ത എല്ലാ കേഡറ്റുകളെയും നിറഞ്ഞ സന്തോഷത്തോടെ അഭിവാദ്യം ചെയ്യട്ടെ. രാജ്യത്തിന് തന്നെ മാതൃകയാണ് നമ്മുടെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതി. ഈ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതി 13ാം വർഷത്തിലേക്കാണ് കടക്കുന്നത്. വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു പരിപാടി നടത്താൻ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ മോശം കാലാവസ്ഥ കാരണം പരിപാടി മാറ്റിവെക്കേണ്ടി വന്നു. ഇന്നാണ് ആ സെറിമോണിയൽ പരേഡ് നടന്നത്. അല്പം വൈകിയെങ്കിലും ആവേശം ഒട്ടും ചോരാതെ മികച്ച പരേഡ് കാഴ്ചവെച്ച എല്ലാ കേഡറ്റുകളെയും ആർദ്രമായി അഭിനന്ദിക്കട്ടെ. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് കുട്ടികളിൽ അർപ്പണബോധവും കാര്യപ്രാപ്തിയും സൃഷ്ടിക്കുന്നതിന് SPC വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നിരവധി അംഗീകാരങ്ങളാണ് SPCയെ തേടിയെത്തിയത്. അന്താരാഷ്ട്ര ഏജൻസിയായ KPMG നടത്തിയ പഠനം അതിൽ കുട്ടികളിലും രക്ഷിതാക്കളിലും അധ്യാപകരിലും പോലീസിലും സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾ മാതൃകാപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്നാണ് രേഖപ്പെടുത്തിയത്. SCRTയും ഒരു പഠനം നടത്തുകയാണ്. സ്കൂളിനകത്തും പുറത്തും SPC വഴി സൃഷ്ടിക്കപ്പെട്ട മാറ്റങ്ങളാണ് ആ പഠനത്തിൽ എടുത്തു പറയുന്നത്. ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന പദ്ധതിയായാണ് അന്തർദേശീയ ഏജൻസിയായ UNICEF SPCയെ വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു പദ്ധതിയുടെ ഭാഗമാണ് നിങ്ങൾ ഓരോരുത്തരും എന്നത് ഓർമ്മിപ്പിക്കാനാണ് ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയത്. ഓരോ കുട്ടിയുടെയും വ്യക്തിഗതമായ സമഗ്ര വളർച്ച, ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൻ്റെ സമഗ്ര വളർച്ച, ഇതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. അത് ക്ലാസ് മുറികളിൽ നിന്ന് മാത്രം ലഭിക്കുന്നതല്ല. തീർച്ചയായും ക്ലാസ് മുറികൾക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അക്കാദമികമായ അറിവുകൾ ലഭിക്കുന്നത് ക്ലാസ് മുറികളിൽ നിന്നും പാഠപുസ്തകങ്ങളിൽ നിന്നും. എന്നാൽ അതിനു പുറത്ത് വലിയൊരു ലോകമുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയണം. അവിടെ നിന്നാണ് അനുഭവത്തിൻ്റെ പുതിയ മേഖലകൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നത്. സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ളവരോട് സംവദിച്ച് നാടിൻ്റെ മിടിപ്പ് തൊട്ടറിഞ്ഞ് ആ രീതിയിൽ മാത്രമേ അത്തരത്തിലുള്ള അറിവുകൾ കൈവരിക്കാൻ കഴിയുകയുള്ളൂ. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും SPC നിങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ശാരീരികവും മാനസികവും
സാമൂഹികമായ അറിവുകൾ പ്രദാനം ചെയ്യുന്നതിന് SPC വളരെ പ്രയോജനപ്പെടുന്നുണ്ട്. അച്ചടക്കം, പൗരബോധം, നേതൃഗുണം, സഹാനുഭൂതി, കായികക്ഷമത ഇവയെല്ലാം കുട്ടികളിൽ സൃഷ്ടിക്കുക എന്നതാണ് പൊതുവായി SPC ലക്ഷ്യമിടുന്നത്. കായിക പരിശീലനങ്ങൾ, ഇൻഡോർ ക്ലാസുകൾ, ഫീൽഡ് സന്ദർശനങ്ങൾ, പ്രായോഗിക പരിശീലനങ്ങൾ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി നടക്കും. എന്നാൽ അതിനു പുറമെ സമൂഹത്തെ തൊട്ട് അടുത്തറിയാനായി രൂപം നൽകിയുള്ള 8 കമ്മ്യൂണിറ്റി പ്രോജക്റ്റുകൾ, വിവിധതരം ക്യാമ്പുകൾ പരിശീലനത്തിൻ്റെ ഭാഗമായുണ്ട്. ഇതെല്ലാം പൂർണ്ണമായ തോതിൽ ഉപയോഗപ്പെടുത്തുന്ന ഓരോ കേഡറ്റും മികച്ച പൗരരായി രൂപാന്തരം പ്രാപിക്കുക. പോലീസിൻ്റെ ഭാഗമായാണ് SPC പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമപരിപാലനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന പാഠങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അവയൊക്കെ നിത്യജീവിതത്തിൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയണം. സ്കൂളുകളിൽ SPC കേഡറ്റുകൾക്ക് ചെയ്യാൻ കഴിയുന്ന നിരവധി കാര്യങ്ങൾ സേവന സംഘത്തിനായി പ്രവർത്തിക്കുന്നതിന് പുറമെ നിങ്ങളുടെ കൂട്ടുകാരുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ടെത്തി തിരുത്തുന്നതിനും നിങ്ങൾക്ക് ചുമതലയുണ്ട്. നമ്മുടെ നാട്ടിൽ അടുത്തിടെ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിൻ്റെ പ്രധാന ഇരകൾ സ്കൂൾ വിദ്യാർത്ഥികളാണ്. UP സ്കൂളിലെ കുട്ടികൾ പോലും അവരറിയാതെ ലഹരി മാഫിയയുടെ വലയിൽപ്പെടുന്നത്. ഇവരെ കേരിയർമാരായാണ് ലഹരി മാഫിയ ഉപയോഗപ്പെടുത്തുന്നത്. കേരിയർമാരായി പ്രവർത്തിക്കുന്ന ചിലരെങ്കിലും ലഹരി വസ്തുക്കൾക്ക് അടിമകളായി മാറുന്ന അനുഭവമുണ്ട്. അതിനാൽ ഈ വിപത്തിനെ നമുക്ക് തടഞ്ഞേ മതിയാവും. ഈ അവിശുദ്ധ ചങ്ങല പൊട്ടിച്ചെറിയുക എന്ന വലിയ ദൗത്യമാണ് നമ്മുടെ നാട് ഏറ്റെടുത്തിട്ടുള്ളത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായ പങ്ക് ഇപ്പോൾ തന്നെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾ വഹിക്കുന്നുണ്ട്. അത് തുറന്നും വഹിക്കാൻ സാധിക്കണം. 2010 127 സ്കൂളുകളിൽ 11,176 കുട്ടികളുമായാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ 1001 വിദ്യാലയങ്ങളിലേക്ക് ഈ പദ്ധതി വ്യാപിച്ചിരിക്കുകയാണ്. ഇതോടെ ഈ പദ്ധതിയിൽ അംഗങ്ങളായ കേഡറ്റുകളുടെ എണ്ണം 88,000 കവിഞ്ഞിരിക്കുന്നു. 2,500-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ, 2,000 അധ്യാപകർ ഈ പദ്ധതിയുമായി സഹകരിക്കുന്നു. SPCക്ക് വലിയ പരിഗണന സർക്കാർ നൽകി വരുന്നു. ഈ കഴിഞ്ഞ ബജറ്റിൽ 15 കോടി രൂപ ഈ പദ്ധതിക്കായി നീക്കിവെച്ചു. SPC അനുവദിക്കണമെന്ന ആവശ്യവുമായി നിരവധി വിദ്യാലയങ്ങൾ
സർക്കാരിനെ സമീപിക്കുന്നുണ്ട്. മെറിറ്റടിസ്ഥാനത്തിൽ അവ അനുവദിക്കുന്ന കാര്യം തീർച്ചയായും പരിഗണിക്കുന്നതാണ്. 2010 മുതൽ ഇതുവരെ 2.5 ലക്ഷത്തിലധികം കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇതൊരു വലിയ സംഖ്യയാണ്. ജീവിതത്തിൻ്റെ നാനാതുറകളിൽ പ്രവർത്തിക്കുന്ന ഇവരുടെ സേവനം പൊതുസമൂഹത്തിന് കൂടി ഗുണകരമാകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പൗരബോധമുള്ള ഒരു പുതിയ തലമുറ വളർന്നു വരിക എന്നത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. ഇതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുന്നു.